ഗുഡ് മോർണിംഗ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോൾ ഇന്നൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു ഫീവറും കോൾഡും ഒക്കെ ഉണ്ടായി. ഇപ്പൊ ഞാനൊരു ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മെഡിസിൻ എടുക്കും. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു ടാബ്ലറ്റ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക? ഒരു ടാബ്ലറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഡൈജസ്റ്റീവ് ജ്യൂസ് ആ ടാബ്ലറ്റിലെ ആ പെർട്ടിക്കുലർ ഡ്രഗിനെ വിഘടിപ്പിച്ച് അത് ഒരു ഫാർമക്കോളജിക്കൽ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ അസുഖം എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. അങ്ങനെ ഒരു ടാബ്ലറ്റ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫാക്ടർ വേണം, അതാണ് സോലബിലിറ്റി. അപ്പൊ എന്താണ് സോലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? സോലബിലിറ്റി മീൻസ് ദ എബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് ടു ഡിസോൾവ് ഇൻ എ പെർട്ടിക്കുലർ സോൾവെന്റ്. ഒരു സൊല്യൂട്ടിന് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോലബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാ സൊല്യൂട്ടിനും സെയിം സൊലബിലിറ്റി ആയിരിക്കുമോ? ഒരിക്കലും അല്ല. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ ഷുഗർ, അതേപോലെ തന്നെ സോൾട്ട്, അതൊക്കെ നമ്മൾ നോർമൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചർ തന്നെ മതി. അതായത് ഒരു 20 ഡിഗ്രി സെൽഷ്യസിലൊക്കെ അത് ഡിസോൾവ് ആവും. പക്ഷെ ഇപ്പൊ നിങ്ങൾ കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പുഡിംഗ് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ജെലാറ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ ജെലാറ്റിൻ ഒരിക്കലും നിങ്ങൾക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യും? വാട്ടറിനെ ഒന്ന് ഹീറ്റ് ചെയ്യും. അപ്പൊ മാത്രമാണ് ജെലാറ്റിൻ വാട്ടറിൽ ഡിസോൾവ് ആവുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് സൊല്യൂട്ട്, സോൾട്ട് ആയാലും ജെലാറ്റിൻ ആയാലും, അതിന് ഡിഫറെന്റ് സൊല്യൂബിലിറ്റി ആണ് വാട്ടറിൽ ഉള്ളത്. അതുപോലെ ഓരോ സൊല്യൂട്ടിനും ഡിഫറെന്റ് സൊല്യൂബിലിറ്റി ആണ് ഉള്ളത്. ഇതിനെ എഫക്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് സോൾവേഷൻ എൻതാൽപ്പി, ഒന്ന് ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോൾട്ടിലെ അയോൺസിന്റെ അട്രാക്ഷനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. സോൾവേഷൻ എൻതാൽപ്പി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള അട്രാക്ഷൻ ആണ് സോൾവേഷൻ എൻതാൽപ്പി. അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും അവിടെ കൂടുതൽ വേണ്ടി വരുന്നത്? ഉറപ്പായിട്ടും അത് സോൾവേഷൻ എൻതാൽപ്പി ആയിരിക്കും. സോൾവേഷൻ എൻതാൽപ്പി കൂടുതലാണെങ്കിൽ സൊല്യൂട്ടിന് നന്നായിട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ NaCl എടുത്തിട്ട് ബെൻസീൻ എന്ന് പറയുന്ന ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അതൊരിക്കലും എന്ത് ചെയ്യില്ല? ഡിസോൾവ് ചെയ്യില്ല. കാരണം ബെൻസീൻ എന്ന് പറയുന്നത് ഒരു നോൺ പോളാർ സോൾവെന്റ് ആണ്. നോൺ പോളാർ സോൾവെന്റിന്റെ സോൾവേഷൻ എൻതാൽപ്പി വളരെ കുറവാണ്. സോ പോളാർ ആയിട്ടുള്ള NaClന് നോൺ പോളാർ ആയിട്ടുള്ള ബെൻസീനിൽ ഒരിക്കലും ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് സൊല്യൂബിലിറ്റിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു റൂൾ ആണിത്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. പോളാർ സൊല്യൂട്ട് dissolves in polar solvents. Likewise, non-polar solute dissolves in non-polar solvent. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോളാർ ആയിട്ടുള്ള NaCl എപ്പോഴും എന്തിൽ മാത്രമേ ഡിസോൾവ് ആവുള്ളൂ? പോളാർ ആയിട്ടുള്ള സോൾവെന്റ്സ് ലൈക്ക് H2O അതിൽ മാത്രമാണ് ഡിസോൾവ് ആവുള്ളൂ. അതുപോലെ നോൺ പോളാർ ആയിട്ടുള്ള നാഫ്തലിൻ പോലെയുള്ള സബ്സ്റ്റൻസ് നോൺ പോളാർ ആയിട്ടുള്ള ബെൻസീൻ ലൈക്ക് സോൾവെന്റ്സിൽ മാത്രമാണ് ഡിസോൾവ് ആവുള്ളൂ. തിരിച്ചൊരിക്കലും നടക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.